ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു UK Edu Plus ചാനൽ. എല്ലാവർക്കും UK Edu Plus ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫി 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാവുന്ന 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 മാർക്കിന് വരാവുന്ന ഒന്നാമത്തെ ചോദ്യം, ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എന്താണ് സുസ്ഥിര വികസനം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയോട്ടിക് റിസോഴ്സസ്, ഗീവ് 2 എക്സാമ്പിൾസ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയോട്ടിക് റിസോഴ്സ്, ഗീവ് 2 എക്സാമ്പിൾ, 2 എക്സാമ്പിളും എഴുതണം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡെവലപ്ഡ് റിസോഴ്സസ്, എന്താണ് ഡെവലപ്ഡ് റിസോഴ്സസ്. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് അയൺ ഇൻ ദി ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അയണിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. അടുത്ത 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. Explain the classification of resources based on the state of development. Then second question, 4 മാർക്കിൻ്റെ, write a note on the importance of minerals for a country's development. Then third question, distinguish between metallic and non-metallic minerals. Then fourth question, explain the reserves and its significance. Then fifth question, write a ഷോർട്ട് നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ ഓർ. ഓക്കെ ആണല്ലോ? അപ്പോൾ 4 മാർക്കിന് ചോദിക്കാവുന്ന 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതുപോലെ 5ാമത്തെ ക്വസ്റ്റ്യനും റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ ഓർ. ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ നാച്ചുറൽ റിസോഴ്സസ്, explain their importance and list the categories they include. Then second question, explain the concept of potential and developed resources with a unique example for each, then highlighting the role of technology. Then third question, classify resources based on their origin, give an example for each. Then fourth question, explain the reserves and its significance. 5 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ നാച്ചുറൽ റിസോഴ്സസ്, എക്സ്പ്ലെയിൻ ദെയർ ഇമ്പോർട്ടൻസ് ആൻഡ് ലിസ്റ്റ് ദ കാറ്റഗറീസ് ദ ഇൻക്ലൂഡ്. അപ്പോൾ നമ്മൾ ഈ 8ാമത്തെ ചാപ്റ്റർ അല്ലേ, ടുവേർഡ്സ് ദ സസ്റ്റൈനബിലിറ്റി, നിങ്ങൾക്കറിയാം ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.